വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് താജ്മഹൽ എന്ന് പറയുന്ന ബസ് എടുത്തിട്ടൊരു ഗെയിം ഇങ്ങോട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇട്ടു, കാരണമായിരുന്നില്ല മടി തന്നെ. എനിക്ക് പിന്നെ അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുറച്ചും കൂടിയും ഒരു കിട്ടിയത്. ഇപ്പോൾ ഈ ഗെയിം ഞാൻ കുറേ നാളായി യൂസ് ചെയ്യണു, പക്ഷേ ഇടയ്ക്ക് വെച്ച് ഡിലീറ്റ് ആയി പോയി. എന്നിട്ട് തിരിച്ച് കിട്ടിയിട്ട് മോഡൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബസ് എടുത്തിട്ട് താജ്മഹൽ എന്ന് പറയുന്ന ബസ്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബസ്സാണ്, കൺട്രോളൊക്കെ നല്ലോണം ഉണ്ട്. അപ്പം നമുക്ക് പോവാട്ടോ. അമ്മേ, ഞാൻ വണ്ടി ഇപ്പം നേരെയാക്കി കൊടുന്നേ ഉള്ളൂ. കുറച്ച് ഓടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാക്സിമം ഇടിക്കാണ്ട പോകാൻ പറ്റുമോ നോക്കാം. 100% നമ്മൾ ഇന്നത്തെ ടാർഗറ്റ്. ട്രൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റും, നോക്കി നോക്കാം കേട്ടോ. നമുക്ക് മറ്റേ ലെഫ്റ്റിക്ക് നമുക്കൊരു ഓഫ് റോഡ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് പാട്ട് വയ്ക്കാം കേട്ടോ. കൺട്രോളിങ് അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോണ്. ഈ വണ്ടിയിൽ മെയിൻ കൺട്രോളിങ് ആണ്. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരും. ഇന്ന് അത്ര സുഖമില്ല വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്താറായിട്ടോ. അവിടെ വണ്ടി കയറണില്ല. 100 തന്നെയാണ് നമ്മൾ. അതാ ആ ബോർഡ് കണ്ട, അവിടെയാണ് നമ്മുടെ എന്താ പറയുക ലെഫ്റ്റിക്കുള്ള വഴി. നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അങ്ങോട്ട് തിരിയാം. മാക്സിമം എത്ര നമുക്ക് ഇടിക്കാണ്ട പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പാട്ട് ഇടട്ടെ, ഒരു മിനിറ്റ്. കലാസ്നേഹികളെ, നിങ്ങൾക്കായി ഇതാ ഒരു തേപ്പ് ഗാനം. ഇതുവരെ കേട്ടിട്ടുള്ള തേപ്പാട്ടൊന്നും അല്ലത്, ഒരു വെറൈറ്റിയാ. ചട്ടപ്പട്ടെ അടിച്ചൊരു കോട്ടർ, അടിച്ചൊന്ന് തിരിഞ്ഞപ്പോ കറങ്ങുന്നു മോട്ടർ. കോളയെല്ലാം മിക്സിങ്ങിന് വേണം ശുദ്ധ വാട്ടർ. നേരെ നിൽക്കാൻ പറ്റുന്നില്ല, എടുത്ത് ഞാൻ സ്കൂട്ടർ. വണ്ടി ഞാനോ എടുത്തിട്ട് 50 പിടിച്ച്. പുറത്തോട്ടോ ഇറങ്ങില്ല, പോലീസ് എന്നെ ക്ഷണിച്ച്. ഊതണ്ടവന് നീ പറ എത്ര എണ്ണം അടിച്ചു? പെക്കിനെണ്ണം പറഞ്ഞപ്പോ കൂമ്പിനിട്ട് ഇടിച്ച്. എന്റെ പൊന്ന് സാറിന് പെണ്ണെന്നെ ചതിച്ച്. കാശുകാരൻ ചിരിച്ചപ്പോ അവക്കങ്ങ് സുഖിച്ച്. എന്നെത്തി കളഞ്ഞിട്ട് പുളിങ്കൊമ്പ് പിടിച്ച്. ഒറ്റപ്പെട്ട വിഷമത്തി പാറിപ്പോയി കുടിച്ച്. 1-ാം പെക്കോ അടിച്ചപ്പോ കരളൊന്ന് ഞെരിച്ച്. 2-ാമത്തെ പെക്കിനായി മനമങ്ങ് കുതിച്ച്. 3-ാമത്തെ പെക്കൊഴിച്ച് നമ്പർ ഞാൻ കറക്കിയിട്ട് ബീഫ് കൂട്ടി അടിച്ചിട്ട് തള്ളക്കാൻ വിളിച്ചു. ചതിച്ചട എന്നെ എന്റെ 10 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചട എന്നെ ഉടുക്കി പൊട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. ചതിച്ചട എന്നെ എന്റെ 10 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചട എന്നെ ഉടുക്കി പൊട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. ചതിച്ചതാ സാറേ എന്നെ. പോലീസ് എന്റെ കഥ കേട്ട് ആദ്യം ഒന്ന് ചിരിച്ച്. എസ് എന്നെ തോളി തട്ടി മീശ ഒന്ന് വിരിച്ച്. പുള്ളിയുടെ പ്രേമം പൊളിഞ്ഞ് 4 കൊല്ലമായി. എന്റെ കഥ കൂടി കേട്ടപ്പോ പുള്ളിക്ക് ഹാപ്പിയായി. മാറിപ്പോയിട്ട് അടിക്കാമെന്ന് SI ചൊല്ലി. സാറേ പോകാമെന്ന് ഞാനും കയറി വെള്ളി. SI വന്ന് കണ്ട് നിന്ന ബാറിലെ പേര് കൊണ്ടുവന്ന കുപ്പി കണ്ട് എന്റെ കണ്ണ് തള്ളി. കുട്ടിയായി കഥയായി പമ്പര വിധിയായി. SI സാർ കരച്ചിൽ, ഞാനാണ് ചിരിയായി. എന്റെ തെപ്പം മറന്നിട്ട് ഞാനങ്ങ് തുള്ളി. നോക്കുമ്പോൾ SI മനുഷ്യമ്മത്തിൽ ചൊല്ലി. ചതിച്ചട എന്നെ എന്റെ 4 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചട എന്നെ ചുടുതേ പൊട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. ചതിച്ചട എന്നെ എന്റെ 4 കൊല്ലം പോയടാ പൊന്നെ. ചതിച്ചട എന്നെ ചുടുതേ പൊട്ടിക്കൊണ്ടെന്നെ തേച്ചടാ പൊന്നെ. മമ്പൂസ് കയറി ചുമ്മാ കിടന്നാലമ്പ്. പുള്ളിക്കാരൻ കൈകറക്കി ഗ്ലാസ് എടുത്ത് എറിഞ്ഞ്. ഗ്ലാസ് എന്ന് വീണ പെണ്ണോ എന്റെ പൊന്നെ മരുന്ന്. ബാക്കിയൊന്നും നോക്കിയില്ല, അവളങ്ങ് കൊടഞ്ഞ്. ഞാനും സാറും കൈയും കുപ്പി മുമ്പിലങ്ങ് വണഞ്ഞ്. കയ്യും മറ്റി ചിരിച്ചോണ്ട് പിന്നെ അവൾ പറഞ്ഞ്. തേപ്പനിക്കും കിട്ടിയിട്ടുണ്ട്, ഞാനും കുറെ കരഞ്ഞ്. 3 പേരും പൊട്ടിച്ചിരി, ഗ്ലാസ് പിന്നെ നിറഞ്ഞ്. നേരപ്പെട്ട അടിയായി, 3 പേരും കിളിയായി. കരഞ്ഞോണ്ട് ഇരുന്നവർ 3 മാറി പൊളിയായി. ഞാനും സാറും പെണ്ണും കൂടി കയ്യും പൊക്കി തുള്ളി. അയ്യോ പൊത്തോ വിട്ടെറിഞ്ഞ് ഒരുമിച്ച് ചൊല്ലി. ചതിച്ചട എന്നെ എന്റെ ചങ്ക് പോലും കൊടുത്തിട്ട് വേണ്ടടാ പൊന്നെ. പഠിച്ചടാ പൊന്നെ, ഇട്ട് പോയവരെല്ലാം പോട്ടടാ പൊന്നെ. ചതിച്ചട എന്നെ എന്റെ ചങ്ക് പോലും കൊടുത്തിട്ട് വേണ്ടടാ
പൊട്ടടാ പൊന്ന്. നല്ല ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞു. സോറി കേട്ടോ, നല്ല ലാഗ് ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം ശരിയാക്കി എടുക്കാം. ഓക്കെ, നല്ല ലാഗ് ഉണ്ട് കേട്ടോ. നല്ല ലാഗ് കൂടുമ്പോൾ ഞാൻ വീഡിയോ നിർത്തുവേ. കാരണം ഒന്നാമത് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല പണിയാണ്. എനിക്ക് പിന്നെ ലാഗ് ആയി കഴിഞ്ഞാൽ കളിക്കാൻ ഒരു സുഖമില്ല, അതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും 100 തന്നെയാണ് ടോപ്പിളും എന്താ ലൈഫ്. നമുക്ക് എത്തിക്കണ വരെ അടുത്തെത്താറായിട്ടോ. ഇനിയൊരു പാലം കിടക്കണം. ഇതേതാ റൂട്ട്, എന്താ മാപ്പ് എന്ന് വെച്ചാൽ മോഡ് മാപ്പ് അങ്ങനെ എന്തായിരുന്നു പേര്, ഞാൻ മറന്നുപോയി, സോറി. നല്ല ലാഗ് കഴിഞ്ഞിട്ട് വീട് നിർത്തിയാലോ അവിടെ വെച്ചിട്ട്. പിന്നെ പാർട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം, എന്നിട്ട് ഇപ്പം തന്നെ ഇടാട്ടോ. ഇത് ഇപ്പം ഞാൻ ബാക്ക് അടിച്ചു വന്ന്, അത് കാരണമാണ് ഇപ്പം ലാഗ്. ബാക്ക് അടിക്കാണ്ട് കണ്ടിന്യൂ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ലാഗ് പോവും. ലാഗ് വരില്ലേ പ്ലീസ്. 100 തന്നെ ഞാൻ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അഥവാ ഇനിയിപ്പോൾ 99 അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് അറിയില്ല. നോക്കാം, പോണവരെ നോക്കാം. പിന്നെ പെട്രോൾ അധികം ഇല്ല, 25 ലിറ്ററേ ഉള്ളൂ. നാളെ ഒന്ന് സിറ്റിക്ക് പോകണം, എന്നിട്ട് പെട്രോളൊക്കെ ഒന്ന് അടിച്ചിട്ട് വരണം കേട്ടോ. എന്നപ്പോൾ ഒരു ട്രിപ്പായിരുന്നു. ട്രിപ്പ് നമ്മുടെ എന്തോ ഒരു ഫാക്ടറിക്കറ്റേ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പം തന്നെ വൈകുന്നേരമായി. അമ്മച്ചി വൈകുന്നേരമായിട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാം. ഇതേ പാലത്തിൽ കൂടെ പോകണോ? എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പോവാല്ലേ? ഇതേ പാലം കണ്ടോ, ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ട്രക്ക് അവിടെ പെട്ട് കിടക്കണു. ഓ മൈ ഗോഡ്, അമ്മേ ഞാൻ പെട്ടു. പ്ലീസ് മാറ്. ഇവിടെ കാറുകാരാ, ഈ കാറുകാരനെ ചതിച്ചു. നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാം, എന്നിട്ട് ഇടയിൽ കൂടെ കയറി അങ്ങോട്ട് പെട്ടയ്ക്കാം. അമ്മ ഇത് കേറങ്ങട്ട്. ഇതേതാ മറ്റേ പ്രകാശിൻ്റെ വണ്ടി തോന്നുന്നു. തട്ടരുത് പ്ലീസ്, ഫ്രണ്ട് തട്ടരുത്, ബാക്ക് തട്ടരുത്. അതൊക്കെ ചെറുതായിട്ടൊന്നും തട്ടി, ഒരു പ്രശ്നമില്ല. നമുക്ക് ഈ വഴി കിടക്കാൻ പറ്റുമോ? ആ പറ്റും. നമുക്ക് പാലം വഴി എടുക്കാല്ലേ. ഓ എൻ്റെ അമ്മച്ചി, ബസ് ഓടിക്കൽ ഇത്തിരി കഷ്ടപ്പാടാണ്. എല്ലാ സ്ഥലങ്ങളും നോക്കണം, ഇടിക്കാണ്ട് വേണം പോകാൻ. ശരിക്കും നമ്മൾ റോങ് വേ ആട്ടോ വരുന്നത്, അപ്പുറത്ത് കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അമ്മച്ചി എന്തോന്ന് റോഡിത്? റോഡല്ലേ, പാലം. കുഴപ്പമില്ലേ? ഇത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. നമ്മുടെ ഫാക്ടറി ഇതേ തൊട്ടടുത്താണ്, തൊട്ടടുത്തെത്തി കേട്ടോ. ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല, റൂട്ട് നേരെയാണ് കാണിക്കണത്. അവിടെ തൊട്ടടുത്തെത്തി. അതെ, ഞാൻ മുന്നേ ഒരു പ്രാവശ്യം 2 വർഷം മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെയിറ്റ് ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയിൽ ഇത്തിരി ലൈറ്റൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക് മറന്നുപോയി. രാത്രി ആകുമ്പോൾ കേട്ടോ ഇതിൻ്റെ ഫുള്ള് ഇതൊക്കെ കിട്ടുള്ളൂ. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാല്ലേ. ഇതേ നമ്മുടെ കൊന്തയിലൊക്കെ ലൈറ്റ് എത്തും.
അപ്പോൾ ഇതാ കാണുന്ന ഫാക്ടറി അതല്ലേ? അയ്യോ അതല്ല, സോറി. നമുക്ക് വേഗം പെടച്ച് പോവാം അങ്ങോട്ട്. ഓക്കെ, നമുക്ക് ഇനി പെടയ്ക്ക് അങ്ങോട്ട് പെട സ്പീഡിൽ തന്നെ. ബട്ട് 100 കുറയരുത് ഒരിക്കലും. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീഡിയോസിൻ്റെ ഹൈലൈറ്റ് അതാണ്. 100 തന്നെയാവും ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തു. നല്ല വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നു. അത് ഈ ബസ് ഇട്ടല്ല, ജയ്ഗുരു വെച്ചിട്ടാണ് കയറിയത്. കൊമ്പ വെച്ച് കയറാൻ എൻ്റെ ഒരു മോഡ് പോയെന്ന് പറഞ്ഞില്ലേ, അത് തിരിച്ചു കിട്ടി. പക്ഷേ ഹണി ബീസിൻ്റെ വണ്ടിയുടെ മേത്താണ് നമ്മളൊക്കെ ലിവർ അടിക്കുന്നത്. അപ്പോൾ ലിവർ കയറ്റിയിട്ട് ഹണി ബേസിൻ്റെ ലിവർ അടിക്കണം അതിൻ്റെ മുകളിൽ, എന്നാലേ കൊമ്പനിക്ക് സെറ്റാവുള്ളൂ. ഓക്കെ, ജയ്ഗുരു ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എളന്താര എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്. അത് നല്ല വണ്ടി കേട്ടോ. ബ്ലൂ കളർ നല്ല സ്റ്റിക്കറൊക്കെ അടിച്ചത്, പൊളി സാധനം എന്ന് പറയാം. നല്ല അടിപൊളിയാണ്. Z1 ആണ് തോന്നുന്നു. Z1 അല്ലേ മറ്റേ, അയ്യോ എന്താ പേര്, Z1 ആണോ എനിക്ക് ഓർമ്മയില്ല. Z1 തോന്നണേ. അമ്മേ ഇത് ഒത്തിരി പാടാട്ടോ വണ്ടി. തട്ടി, പ്രശ്നമില്ല. അതപ്പോൾ നമ്മളെ എന്താ പറയുക, എത്താറായിട്ടോ സ്ഥലം. ഫാക്ടറി ഇതാണ്ട, മരമൊക്കെ മുറിച്ചിട്ടേക്കണം. അത് ഫാക്ടറിക്കുള്ളതാണ്, അതുകൊണ്ടാണ് മുറിച്ചിട്ടേക്കണത്. മാറുമോ ചേട്ടാ, മാറുമോ പ്ലീസ്? ഇപ്പം ഞാൻ എന്താ അങ്ങനെ സൈലൻ്റ് ആയിരിക്കണ വീഡിയോ, എന്താ പറയുക, ഗെയിം നല്ല സൈലൻ്റ് ആയത്. അത് ഞാൻ മറ്റേ സൗണ്ട് ഫുള്ള് കുറച്ചിട്ടു, അല്ലെങ്കിൽ ഞാൻ പറയണ ഒന്നും കേൾക്കില്ല. സ്ക്രീൻ റെക്കോർഡിംഗ് ആണേ, അപ്പം ഗെയിമത്തെ ഫുള്ള് സൗണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതാണ്, ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. മാറുമോ ചേട്ടാ പ്ലീസ്? ഇതൊക്കെ മുന്നിൽ പോണ വണ്ടി മരങ്ങൾ വെച്ചിട്ടല്ലേ, ചിലപ്പോൾ ഫാക്ടറിക്ക് ആവും കേട്ടോ. മുന്നിൽ പോണ എല്ലാ വണ്ടികളും ഫാക്ടറിക്ക് തന്നെ. ഒന്ന് പോ ചേട്ടാ, നമുക്ക് ഫസ്റ്റ് എത്തണം. നമുക്കൊരു റിസ്ക് എടുക്കാം കേട്ടോ, എടുക്കാം. എന്നിട്ടാ നമുക്ക് ആദ്യം എത്താൻ പറ്റുള്ളൂ. പെട്ടെന്ന് പോകണം, പെട്ടെന്ന് എത്തണം. അങ്ങനെ ഒരു മാരകമായ ഓവർടേക്ക് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ വണ്ടിക്ക് കുറച്ച് കാര്യങ്ങളോടെയും സ്റ്റിക്കർ അടിക്കാണ്ട്. ഓക്കെ, ഇവിടെ നേരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഫാക്ടറി ആണോ? നമുക്കിവിടെ വണ്ടി വർക്ക് ചെയ്യണം ഇനി. ഓക്കെ, അതാ വണ്ടി ഇവിടെ അപ്രത്യക്ഷമായി അങ്ങനെ പറയില്ലേ? അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വണ്ടി ഒതുക്കി അങ്ങോട്ട് നിർത്തുക. നമുക്ക് തന്നെ ഏത് ജോലിയും നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റായിട്ടാട്ടോ യൂസ് ചെയ്യുക. അതിലൊരെണ്ണമാണിത്. 0 ഡാമേജാണ് വണ്ടിക്ക്. 100% തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ്, നിർത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിനി മുതൽ ചിലപ്പോൾ ഗെയിമിങ് വീഡിയോസ് തുടരും എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം വേറെ കണ്ടൻറ്റൊന്നും എനിക്കധികം അറിയില്ല. ഞാൻ ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചാനൽ. ഇപ്പൊന്നുമല്ല, 1 വർഷമായി. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ വണ്ടി ഇവിടെ നിർത്തുക. ഇതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഓഫൊന്നും ചെയ്യണ്ട. നമ്മളെ വണ്ടിയുടെ കറക്റ്റ് ലൈറ്റുകളെല്ലാം അറിയണം. ഞാൻ എപ്പോൾ കാണിച്ചു തരാം എവിടേക്കാണ് ലൈറ്റ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതല്ലേ, ഇതാ കുറേ ലൈറ്റ് ഉണ്ട് വണ്ടിക്ക്. ഇതിൽ തന്നെ കാണാം കേട്ടോ, അതൊക്കെ ഫുള്ള് ലൈറ്റുകളാണ്. ഓക്കെ, ഇപ്പം തന്നെ വീഡിയോ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു.